അസ്സലാമു വറഹ്മത്തുള്ളാ. 2017 ഏപ്രിൽ 24 നാദാപുരത്ത് വെച്ച് നടത്തിയ ഒരു പ്രസംഗത്തിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറയുന്ന ഒരു ഭാഗം കേൾക്കാനിടയായി. അതിന് അദ്ദേഹം പറയുന്നത് കീഴൻ ഉസ്താദിന്റെ പൊരുത്തം വാങ്ങിക്കൊണ്ടാണ് അദ്ദേഹം ഇപ്പോ ഈ ദഅവത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കുന്നത് എന്നതാണ് ആ പറഞ്ഞതിന്റെ സാരം. ഇത് അദ്ദേഹം പറഞ്ഞപ്പോ ചില വസ്തുതകൾ കൂടി എന്നാൽ ഈ കേരളീയ സമൂഹം ഒന്ന് അറിയണം എന്ന് മനസ്സിൽ തോന്നുകയുണ്ടായി. അപ്പൊ പലപ്പോഴും മഹാന്മാരായ പല സ്വാലിഹീങ്ങളും കഴിഞ്ഞുപോയ ചരിത്രം നമ്മൾ നോക്കിയാൽ അത് ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദായാലും ശംസുൽ ഉലമയായാലും ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദായാലും അവരൊക്കെ മരണശേഷം വഫാത്തിന് ശേഷം പിന്നെ മഹൽവൽക്കരിക്കപ്പെടുകയും അവരുടെ ആളായി മാറുകയും ചെയ്യുന്ന ഒരുതരം പുതിയ ഒരു ശൈലിയാണ് ഈ AP വിഭാഗം പൊതുവെ രംഗത്തിറക്കാറ്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ കീഴനൂർ എന്ന് പറയുന്ന കീഴൻ ഉസ്താദ്, ആ കീഴൻ ഉസ്താദിന്റെ സ്മരണിക അതിൽ വ്യക്തമായി നിങ്ങൾ കണ്ടോളൂ. ശംസുൽ ഉലമ കീഴനൂർ സ്മരണിക. ഈ സ്മരണികയുടെ ഉള്ളിൽ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, ഓറുടെ ഖിദ്മത്തിലാണ് എന്റെ പ്രതീക്ഷ. മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ ഖാലി, നാദാപുരം, വൈസ് പ്രസിഡന്റ് സ്റ്റേറ്റ് SYS. അപ്പൊ ഇതിൽ വളരെ വ്യക്തമായി മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ, പേരോട് അബ്ദുറഹ്മാൻ സഖാഫി തന്നെ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളിലും ഈ അഹമ്മദ് മുസ്ലിയാർ ഖാലിയാകുന്ന മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാരുടെ മദ്ഹ് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം എഴുതിയ ലേഖനം ഈ സ്മരണികയിൽ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതിൽ വ്യക്തമായി ഇങ്ങനെയാണ് 69ാമത്തെ പേജിൽ കൊടുത്തിരിക്കുന്നത്. നാദാപുരത്തെ പള്ളിയിൽ വെച്ച് പേരോട് അബ്ദുറഹ്മാൻ സഖാഫി റമളാനിലെ തന്റെ ഉറുദിയിൽ, അതായത് പ്രസംഗത്തിൽ സ്പീക്കർ പ്രശ്നം സംസാരിച്ചപ്പോൾ, നിയമസഭാ സ്പീക്കറുടെ കാര്യമല്ല പറയുന്നത്, മൈക്കുമായി ബന്ധപ്പെട്ട വിഷയം, ഞാൻ അതിനെ ചോദ്യം ചെയ്യുകയും എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന ധിക്കാരം പറഞ്ഞപ്പോൾ, ഇപ്പൊ പേരോടിനോട് ഈ വിഷയം ഇവിടെ സംസാരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോ പേരോട് എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന ധിക്കാരം പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ പ്രസംഗം തടയുകയും ചെയ്തു, ടിയാന്റെ പ്രസംഗം തടയുകയും ചെയ്തു. മേലിൽ നാദാപുരം ജുമുഅത്ത് പള്ളിയിൽ ഉറുദി പറയരുതെന്ന് വിലക്കി. പേരോടിന നാദാപുരം പള്ളിയിൽ ഇനി മേലിൽ ഉറുദി പറയരുതെന്ന് വിലക്കുന്നത് ആ നാട്ടിൽ സർവരാലും അംഗീകരിക്കപ്പെട്ട മേനക്കോത്ത് അഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഖാലി അദ്ദേഹം തന്നെ എഴുതുകയാണ്. അപ്പോ സനദ് 100% സ്വഹീഹാണെന്ന് വ്യക്തം. വാശിയോടെ തന്റെ ഇംഗിതം നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ഇനി നീ ഇവിടെ പ്രസംഗിക്കണമെങ്കിൽ, പേരോടിനോട് ഈ ഖാലിയാർ പറയാണ്, എന്റെ മയ്യത്ത് ചവിട്ടിയായിരിക്കണമെന്ന് ഞാൻ തീർത്തു പറഞ്ഞു. അടുത്ത വർഷം എന്റെ സമ്മതമില്ലാത്തതിനാൽ കമ്മിറ്റി പ്രസംഗിക്കാൻ സമ്മതിച്ചില്ല. അങ്ങനെ പിന്നെ സഖാഫി പേരോട് എന്ത് ചെയ്തു എന്നാണ് ഖാലിയാർ പറയുന്നത്. സഖാഫി താഴത്തു കൊയിലോത്തു സൂപ്പി ഹാജിയെയും കൂട്ടി ബഹുമാനപ്പെട്ട കാങ്ങാട്ടോറെ സമീപിച്ചു. ഷെയ്ഖുനായെ കണ്ട് സമ്മർദ്ദം ചെലുത്താൻ ശ്രമിച്ചു. ശുദ്ധഗതിക്കാരനായ കാങ്ങാട്ടോറെയും കൂട്ടി സഖാഫി ഓറുടെ സമീപത്തെത്തി. സഖാഫിയുടെ ഈ നീക്കം ഓർക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ ഓർക്ക് എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദിനെ തീരെ ഇഷ്ടപ്പെട്ടില്ല. ഈ സംഭവവും, ഇനി ശരിക്കും കേട്ടോ, ഈ സംഭവവും ഇതിലുള്ള അനിഷ്ടവും അതായത് കീഴൻ ഉസ്താദ് ദർസിൽ പലപ്പോഴും വിവരിക്കാറുണ്ട്. കാങ്ങാട്ടോറോട് ഷെയ്ഖുന ചോദിച്ചു, ഒരാളുടെ അധികാര സ്ഥലത്ത് അവൻ കടക്കരുതെന്ന് പറഞ്ഞാൽ അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കൽ തെറ്റല്ലേ? പേരോടിനോട് അതുമായി അങ്ങോട്ട് വരാൻ പാടില്ല എന്ന് പറഞ്ഞ ആ വിഷയത്തെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ് പറയാണ്, കാങ്ങാട്ടോറോട് ചോദിക്കുകയാണ്, അതിക്രമിച്ചു കടക്കാൻ ശ്രമിക്കൽ തെറ്റല്ലേ? ഇത്തരം പ്രവൃത്തിക്ക് നിങ്ങളെയും കൂട്ടി ഇവൻ ഇങ്ങോട്ട് വച്ച ഓരോ കാൽവയ്പ്പുകളും തെറ്റിലേക്കല്ലേ? അദ്ദേഹം അതെല്ലാം സമ്മതിച്ചുകൊണ്ട് മറുത്തൊന്നും പറയാതെ ഇറങ്ങിപ്പോവുകയായിരുന്നു.
ഇതിന്റെ പേരിലാവാം, ശരിക്ക് കേട്ടോ, ഇതിന്റെ പേരിലാവാം ഓറ് ജീവിച്ചിരിക്കെ പേരോടിനെ സംബന്ധിച്ച് പറയാണ്. ടിയാൻ അതായത് പേരോട് പല പ്രസംഗങ്ങളിലും കീഴൻ ഉസ്താദിനെ ഓറെ വിമർശിച്ചു നടന്നത് എന്ന് വളരെ വ്യക്തമായി ഈ ഖാദിയായിരുന്ന അഹമ്മദ് മുസ്ലിയാർ അദ്ദേഹം ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദിന്റെ സ്മരണയിൽ വളരെ വ്യക്തമായി എഴുതി വെച്ചത് ആർക്ക് നോക്കിയാലും കാണാവുന്നതാണ്. ഈ സ്മരണിക ഇന്നും ആർക്കും നോക്കിയാൽ കാണാവുന്നതാണ്. ഇതൊന്നും ഞങ്ങൾ എടുത്ത് പുറത്തിടണ്ട എന്ന് കരുതുമ്പോ ഈ പേരോട് റഹ്മാൻ സഖാഫി ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓരോ തട്ടിപ്പുകളും വെട്ടിപ്പുകളും ഞങ്ങള് അദ്ദേഹം നടത്തുന്ന അദ്ദേഹത്തിന്റെ CD തന്നെ എടുത്ത് കാണിച്ചാൽ അദ്ദേഹം സാധാരണ പറയുക അത് അപ്പുറവും ഇപ്പുറവും തലമുറിച്ച് കേൾപ്പിച്ച് ജനങ്ങളെ കബളിപ്പിക്കുന്നു എന്നാണ്. ഈ പേരോട് റഹ്മാൻ സഖാഫി പലപ്പോഴും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ശൈലി. അതുകൊണ്ട് പേരോട് സഖാഫിയോട് ചോദിക്കാനുള്ളത്, ഈ ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദിന്റെ സ്മരണിക, ഈ സ്മരണികയിൽ ഇങ്ങനെ ഉണ്ടോ ഇല്ലയോ നിങ്ങൾ തന്നെ ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. ഇനി ക്ലിപ്പ്, നിങ്ങളെ തട്ടിപ്പും വെട്ടിപ്പും ജനങ്ങളോട് പറയുന്ന ക്ലിപ്പുകളെ സംബന്ധിച്ച് നിങ്ങൾ അവസാനം ഗതിമുട്ടിയപ്പോൾ നാദാപുരത്ത് പറഞ്ഞത് അത്തരം ക്ലിപ്പുകൾ കേൾക്കൽ ഹറാമാണ്, അത്തരം ക്ലിപ്പുകൾ ഹലാലാവുകയില്ല കേട്ടോ, നിങ്ങൾ ആരും കേൾക്കരുത് കേട്ടോ എന്ന് പറഞ്ഞ പേരോടിന് ചോദിക്കാനുള്ളത്, ഇനി ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദിന്റെ സ്മരണികയും ഇനി വായിക്കൽ ഹറാമായി മാറുമോ പേരോട് ഉസ്താദെ ഒന്ന് ജനങ്ങളോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അതുകൊണ്ട് എല്ലാവരും അറിയാൻ വേണ്ടി, ഇതിൽ വളരെ ഗൗരവപൂർവമുള്ള വിഷയം, സർവരാലും അംഗീകാരം നേടിയ ഈ പറയുന്ന പേരോട് റഹ്മാൻ സഖാഫി തന്നെ അദ്ദേഹത്തിന്റെ പല പ്രഭാഷണങ്ങളിലും വളരെയധികം മദ്ഹ് ചെയ്ത് പറഞ്ഞ ഈ പറയുന്ന ഖാദിയായിരുന്ന അഹമ്മദ് മുസ്ലിയാർ, ഈ അഹമ്മദ് മുസ്ലിയാർ ഈ പള്ളിയിൽ, നാദാപുരം പള്ളിയിൽ വെച്ച് ഇനി ഉറുദി പറയാൻ പാടില്ല എന്ന് ഈ പേരോടിനോട് ശക്തമായി വിരോധിച്ചു. അപ്പൊ ഖാദിയെ ചോദ്യം ചെയ്തുകൊണ്ട് എനിക്ക് തോന്നിയത് ഞാൻ പറയുമെന്ന ധിക്കാരം പറഞ്ഞപ്പോൾ, ഇത് പറഞ്ഞത് ഈ പാവപ്പെട്ട മാഹിയിലുള്ള ഞാനല്ല, ജിഷാനല്ല പേരോട് ഉസ്താദെ പറയുന്നത്, നിങ്ങൾ മദ്ഹ് ചെയ്ത് പലപ്പോഴും സംസാരിച്ച ഈ അഹമ്മദ് മുസ്ലിയാരാണ് നിങ്ങളെപ്പറ്റി പറഞ്ഞിട്ടുള്ളത്. ബഹുമാനപ്പെട്ട ഖാദി, നാദാപുരം ഖാദിയായിരുന്ന അഹമ്മദ് മുസ്ലിയാർ വളരെ വ്യക്തമായി നിങ്ങൾ ധിക്കാരം പറഞ്ഞു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ് മരിക്കുന്നത് വരെ മഹാനവറുകളുടെ ദർസിൽ വെച്ച് ഈ ഉസ്താദിന്, കീഴൻ ഉസ്താദിനുണ്ടായ ഈ അതൃപ്തി, ഈ ഒരു അനിഷ്ടം അത് കുട്ടികളോട് പങ്കുവച്ചിരുന്നു എന്ന് വ്യക്തമായി നാദാപുരത്ത് ഖാദിയായിരുന്ന ഈ പറയുന്ന അഹമ്മദ് മുസ്ലിയാർ എഴുതിയ ലേഖനം ഈ ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ് സ്മരണികയിൽ വളരെ വ്യക്തമായി ആർക്ക് നോക്കിയാലും കാണാവുന്ന രൂപത്തിൽ ഇന്നും ഉണ്ട്. അതുകൊണ്ട് പറയാനുള്ളത്, പലപ്പോഴും ഇവര് ജനങ്ങളുടെ ഇടയിൽ, അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ ജീവിതകാലത്ത് അത്തുംവിത്തുമാക്കി മാറ്റിയ ആളുകൾ വഫാത്തിന് ശേഷം ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ മഹാനാക്കി ചിത്രീകരിക്കുകയാണ് പിന്നീടുണ്ടായത്. അതുപോലെ തന്നെ ശംസുൽ ഉലമയെ ആദ്യകാലത്ത് ശംസുൽ ഉലമ ഈ അബൂബക്കർ മുസ്ലിയാർക്ക് പലതും പിഴച്ചു എന്ന് പറഞ്ഞ ആളുകൾ പിന്നീട് ശംസുൽ ഉലമയുടെ ആളുകളായി ചമയുന്നതാണ് കേരളീയ സമൂഹം കണ്ടത്. ഇതുപോലെ തന്നെയാണ് ഇപ്പൊ കീഴൻ ഉസ്താദിന്റെ പൊരുത്തം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എന്ന് അഹങ്കരിച്ച് നടക്കുന്ന പേരോടിനോട്, നിങ്ങളെപ്പറ്റി കീഴൻ ഉസ്താദ് കടുത്ത അനിഷ്ടം പറഞ്ഞുവെന്നും അവൻ എന്തിനാണ് ഇങ്ങോട്ട് വന്നത് എന്ന് കീഴൻ ഉസ്താദ് ശക്തമായ ഭാഷയിൽ അത് നിങ്ങളുടെ വരവിനെ പോലും ചോദ്യം ചെയ്തുവെന്നും, അതുപോലെ തന്നെ നിങ്ങൾ ഖാദിയാരെ തന്നെ നാദാപുരത്ത് സർവ്വജനങ്ങളും അംഗീകരിച്ച ഖാദിയെ പോലും നിങ്ങൾ ധിക്കാരം പറഞ്ഞ വ്യക്തിയാണെന്നും അവര് തന്നെയാണ്, ആ ഖാദി തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ള പേരോട് ഉസ്താദെ. അതുകൊണ്ട് ഇതൊക്കെ ഇനി ജനങ്ങൾ എല്ലാവരും ഒന്ന് അറിയട്ടെ, നിങ്ങളെപ്പറ്റി ഈ കീഴൻ ഉസ്താദിന്റെ സ്മരണികയിൽ വളരെ വ്യക്തമായുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ജനങ്ങളോടൊന്ന് പറയണം, ഇനി കീഴന ഉസ്താദിനെ സംബന്ധിച്ച ഈ സ്മരണിക അതും ഇനി ഹറാമായി മാറുമോ? കാരണം നിങ്ങളെ തട്ടിപ്പും വെട്ടിപ്പും അത് പൊതുസമൂഹത്തിൽ ആര് ചൂണ്ടിക്കാണിച്ചാലും അത്തരം ആളുകളെ നിങ്ങൾ മുനാഫിക്കും നിഫാഖിന്റെ വക്താക്കളാക്കി മാറ്റുകയും, അതുപോലെ തന്നെ അതൊക്കെ ഹറാമായ കാര്യങ്ങളാണ്, അതൊന്നും ആരും ശ്രദ്ധിക്കാൻ പാടില്ല, ഞാൻ എന്നുള്ള ആ ശൈലി കൊണ്ട് അഹങ്കരിച്ച് നടക്കുന്ന നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട കീഴൻ ഉസ്താദ് വഫാത്ത് വരെ ഈ അനിഷ്ടം, കീഴൻ ഉസ്താദിനെ വെറുപ്പിച്ച ഈ സംഭവം ഈ വ്യക്തമായി നാദാപുരം സ്മരണികയിൽ നാദാപുരവുമായി ബന്ധപ്പെട്ട
കീഴൻ ഉസ്താദുമായി ബന്ധപ്പെട്ട ഈ സ്മരണികയിൽ വളരെ വ്യക്തമായി ഇന്നും ഉണ്ട് എന്ന് പേരോടിനെയും പേരോടിനെ താങ്ങി നടക്കുന്ന അദ്ദേഹത്തിന്റെ അനുയായികളെയും ഒന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്.